ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ കറിയുടെ ടേസ്റ്റുള്ളൊരു പപ്പായ കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ പപ്പായ കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ പപ്പായാണ്, അതുകൊണ്ടാണ് 2 എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഒന്ന് മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കറി ആവശ്യം അത്രയും എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കുകയും ചെയ്തോളും, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ടൈമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് ബാക്കി കറിയിലെ പ്രോസസ്സൊക്കെ കഴിയുന്ന സമയത്ത് കുറച്ചൊക്കെ മസാല പിടിച്ചിട്ടുണ്ടാവും. ഞാനിതൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ സമയം കൊണ്ട് ഞാനിതാ കറി തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും 3-4 ഗ്രാമ്പു, ഒരു ഏലക്കായ, വലിയ ജീരകം, പിന്നെ ബേ ലീഫ് ഒരെണ്ണം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് പിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്പൈസസ് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളും ഉണ്ടായിക്കോളും. പിന്നെ ഞാനൊരു വലിയ സവാള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സവാളയാണെങ്കിൽ 2 എടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള സവാള ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വെണ്ണം പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും പേസ്റ്റ് ആക്കി എടുത്തിട്ടില്ല, ജസ്റ്റ് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തക്കാളി കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടണം കേട്ടോ. നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് കുക്കായി വരുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് ഇനി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ പപ്പായയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നോക്കിയിട്ട് സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഗരം മസാലയും ഒരു ടീസ്പൂൺ നിറച്ച് വലിയ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികളൊക്കെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ട് നല്ലൊരു ഫ്ലേവറും കാര്യവും വരുന്ന സമയത്ത് നമ്മളതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പപ്പായ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല രീതിയിൽ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല മിക്സാക്കി കൊടുക്കാം കേട്ടോ. മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നല്ലപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എണ്ണയിൽ വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് മിക്സാക്കിയതിന് ശേഷം ചൂടുവെള്ളം ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പച്ചമണം ഒക്കെ ഉണ്ടാവും കേട്ടോ. മസാലയ്ക്ക് ഒരു പച്ചക്കുത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇതുപോലെ നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പായ അത്യാവശ്യം വേവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിനി ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്തോളൂ. എന്തായാലും ഒരു 10-15 മിനിറ്റ് എന്തായാലും വേണം ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഹാഫ് കുക്കാവുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്തോളും. ഇതുപോലെ അങ്ങ് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു 1/4 ഭാഗം കുക്കാവുന്ന സമയത്ത് ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ടല്ലോ. ഈ സമയത്ത് ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2-ാം പാലും 3-ാം പാലും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ. രണ്ടും കൂടിയാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ബാക്കിയും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 1/4 ഭാഗം മാത്രമാണല്ലോ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പപ്പായ ഒന്നുകൂടി ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പ് കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് ഇത് വറ്റി കിട്ടിയിട്ടുണ്ട്. രണ്ടാം പാലും നല്ല രീതിയിലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പപ്പായൊക്കെ നല്ല രീതിയിൽ കുക്കായും ചെയ്തിട്ടുണ്ട്. ചിക്കൻ കറിയുടെ ഒരു മണവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഫൈനലായിട്ട് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നങ്ങ് ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, തുറന്ന് വെക്കാം. അപ്പോൾ ഞാനിത് ഒന്നാം പാലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കറി നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയും ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല. ഒരുപാട് തിളക്കാൻ പാടില്ലല്ലോ. തിളച്ചാൽ കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എത്രയാണ് കറി ആവശ്യം അത്രയും തന്നെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച ഒന്നാം പാൽ മൊത്തം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി വറവിടാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ. ആ സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ വറവിടുമല്ലോ അതുപോലെ തന്നെ കേട്ടോ. പിന്നെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പില ഒന്ന് ചൂടായി വരുന്ന സമയത്താണ് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എരിവ് കുറവുണ്ട് തോന്നുകയാണെങ്കിൽ ഈ സമയത്തൊക്കെ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഈ സമയത്ത് വറവ് ചെയ്യുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറും കാര്യങ്ങളും കിട്ടുകയും ചെയ്തോളും. അപ്പോൾ എരിവൊക്കെ കറക്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എരിവ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ആയി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കിടിലൻ ടേസ്റ്റുള്ള ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു കറി തന്നെയാണിത്. അപ്പോൾ പപ്പായ കിട്ടുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്തൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്